സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് എന്ന റിപ്പോർട്ട് പുറത്തുവന്നു. മൂന്നാറിൽ കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലിത്തോട്ടും കാട്ടാന ഇറങ്ങി. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കബാലി. പാലക്കാട് അട്ടപ്പാടി വട്ടലക്കയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനംവകുപ്പ് നീക്കം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി സൂരജ് സജിയും സമീർ സി മുഹമ്മദുമാണുള്ളത്. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ്, ഇന്നിപ്പോൾ ആംബുലൻസിന് നേരെ പാഞ്ഞെടുക്കുന്ന കബാലിയെയാണ് കണ്ടത്. അപ്പോൾ ആ തരത്തിലേക്കൊരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണോ അവിടെ ഉണ്ടായിരുന്നത്? നിലവിലെ അവസ്ഥ എന്താണ്? അനുജ, തീർച്ചയായും ഈ കബാലി തുടർച്ചയായി ഈ മേഖലയിൽ ഒരു ഭീതി പരത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കബാലി ഈ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. 1 മണിക്കൂറിലധികം നേരമൊക്കെയാണ് ഇതിലൂടെ വാഹനങ്ങളിൽ പോകുന്ന ആളുകളെ കബാലി തടഞ്ഞിടുന്നത്. അടിച്ചിൽത്തൊട്ടി കോളനിക്ക് സമീപം, ഈ ആനമല റോഡിൽ അടിച്ചിൽത്തൊട്ടി കോളനിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് സാധാരണ ഈ ആന നിലയുറപ്പിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം ഈ അടിച്ചിൽത്തൊട്ടി കോളനിയിൽ നിന്ന് 2 രോഗികളുമായി ചാലക്കുടിക്ക് പോയി മടങ്ങി വരികയായിരുന്ന വാഹനമാണ് ഒടുവിൽ ഈ ആംബുലൻസാണ് ഒടുവിൽ ഈ കാട്ടാന തടഞ്ഞു നിർത്തിയതും ഈ ആംബുലൻസിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ എതിർദിശയിൽ നിന്ന് വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന ഒരു വാഹനം വരുന്നുണ്ട്. അതിന് നേരെയും കാട്ടാന പാഞ്ഞെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ നിമിഷം ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇന്ന് ഉച്ചയ്ക്കും ഇത്തരത്തിൽ കബാലി വാഹനങ്ങൾ തടഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 1 മണിക്കൂറിലേറെ നേരം കബാലി ഇന്നും പല വാഹനങ്ങളും വഴി തടഞ്ഞിടുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം KSRTC ബസ് അടക്കം 3 മണിക്കൂറിലേറെ നേരമാണ് ഈ കബാലി തടഞ്ഞിട്ടത്. അങ്ങനെ വലിയ ആശങ്ക, വലിയ ഭീതി പരത്തുന്ന ഒരു സാഹചര്യം ഈ ആനമല റോഡിൽ കബാലി സൃഷ്ടിക്കുന്നു. മറുവശത്ത് ഇന്ന് കാലടി പ്ലാന്റേഷന്റെ ഭാഗമായി വരുന്ന അതിരപ്പള്ളി മേഖലയിലെ 10ാം ബ്ലോക്കിൽ ഈ ഒരു റേഷൻ കട തന്നെ കാട്ടാനക്കൂട്ടം ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന്റെ മുൻവശത്തെ വാതിലുകളടക്കം ഈ കാട്ടാന ആക്രമണത്തിൽ തകർന്നു. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ തൂണടക്കം കാട്ടാന തകർത്തു. അവിടെ ഉണ്ടായിരുന്ന റേഷനറികളടക്കം ഈ കാട്ടാന ഭക്ഷിച്ച ശേഷമാണ് മടങ്ങിപ്പോയത്. അതിരപ്പള്ളി മേഖലയിലെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുകയും കൃഷിനാശം ഒപ്പം വരുത്തി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ കബാലി എല്ലാ ദിവസവും ഈ വാഹനങ്ങൾ തടഞ്ഞിടുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്ന അനുജ. ശരി, അതിരപ്പള്ളി മേഖലയിൽ പലയിടങ്ങളിലായി കാട്ടാനശല്യം രൂക്ഷമാണ്. ഒരു ഭാഗത്ത് കാട്ടാനക്കൂട്ടം റേഷൻ കട തകർക്കുന്നു, മറ്റൊരിടത്ത് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കബാലി ആംബുലൻസ് നേരെ പാഞ്ഞെടുത്തു. അതിനുശേഷം ഉച്ചയോടെ മറ്റു വാഹനങ്ങൾ തടഞ്ഞ് കുറേ മണിക്കൂറുകളോളം അവിടെ തടഞ്ഞു നിർത്തി എന്നുള്ള വിവരം. അതാണ് സൂരജ് സജി നൽകിയത്. ഇനി കോഴിക്കോട്ടേക്ക് കൂടി പോകുന്നു. കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദ്. സമീർ, ഇപ്പോൾ കോഴിക്കോട് പുതുപ്പാടിയിലാണ് കാട്ടാന ഇറങ്ങിയ വാർത്ത വന്നത്. അവിടെ കൃഷിനാശം വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇങ്ങനെ കാട്ടാനയുടെ ശല്യമുള്ള മേഖലയാണോ ഇത്? അനുജ, മലയോരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നേരത്തെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാട്ടാന ശല്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പകലും കാട്ടാന എത്തുകയും വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. വെട്ടുന്ന റബ്ബർ, അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയാണ് വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല രാത്രി സമയത്ത് നേരത്തെയൊക്കെ പന്തം കത്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചുകൊണ്ടുമൊക്കെ ഈ കാട്ടാനകളെ ഉൾവനങ്ങളിലേക്ക് തുരത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും, പടക്കം പൊട്ടിച്ചാൽ പോലും കാട്ടാനകൾ ഉള്ളിലേക്ക് വലിയുന്നില്ല, ഉൾവനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നില്ല. അത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ പോലും തങ്ങൾ ഭയക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ MLAയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുമൊക്കെ ആ പ്രദേശത്ത് എത്തുകയും വിശദമായിക്കൊണ്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനൊടുവിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നുള്ള ഉറപ്പാണ് നാട്ടുകാർക്ക് നൽകിയിരുന്നത്. എന്നാൽ ആ ഉറപ്പൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാവുകയാണ്. വലിയ ഒരു ഭീതിയിലാണ് നാട്ടുകാരുള്ളത്. ഈ പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരം കാണണം എന്നുള്ള ആവശ്യമായി നാട്ടുകാർ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ശരി, കോഴിക്കോട് പുതുപ്പാടിയിൽ, ഒപ്പം തന്നെ തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറയിൽ, മൂന്നാറിലൊക്കെ കാട്ടാനശല്യം രൂക്ഷം.